Hi students, ഫൈനലി ജോസ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ദാറ്റ് ഈസ് നമ്മുടെ ജൂൺ 2 ജെ അഡ്വാൻസിൻ്റെ റിസൾട്ടും കൂടെ അനൗൺസ് ചെയ്തതോടെ ജോസ കൗൺസിലിംഗ് പ്രോസസ്സിന് സ്റ്റാർട്ടിങ് വന്നിരിക്കുകയാണ്. നിരവധി പേർക്ക് ജോസ എന്താണെന്നോ അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്താണെന്നോ അറിയുന്നുണ്ടാവില്ല. അപ്പം അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ പ്രോസസ്സാണ് ശരിക്കും. അതായത് നമുക്ക് IITസിലേക്കും NITസിലേക്കും അതേപോലെ തന്നെ ഗിഫ്റ്റഡ് അതായത് പറഞ്ഞാൽ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് IITs ഇത്രയും സ്ഥലങ്ങളിലേക്ക് കോമൺ ആയിട്ട് നിങ്ങൾ ജോസ എന്ന് പോർട്ടൽ വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു കൗൺസിലിംഗ് പ്രൊസീജിയറാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ജോസ കൗൺസിലിംഗ് എന്ന് തന്നെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ജോസിൻ്റെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ ജോസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുമ്പം ഫസ്റ്റ് മനസ്സിലാക്കുന്ന അവിടുത്തെ സ്കെഡ്യൂളാണ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് ആണ്. സോ ആ ഇവൻറ്റ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ പറയുന്നുണ്ട്. 17 ഏപ്രിലായിരുന്നു JEE മെയിൻ്റെ ഫൈനൽ റിസൾട്ട് റാങ്ക് ലിസ്റ്റ് അടക്കമുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം 2 ജൂൺ അതായത് ഇന്ന് JEE അഡ്വാൻസിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് വിത്ത് റാങ്ക്. അപ്പം നാളെ മുതലാണ് ദാറ്റ് ഈസ് ട്യൂസ്ഡേ 3 ജൂൺ മുതലാണ് കൃത്യം 5 മണിക്കാണ് നമ്മുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സീറ്റ് അലോക്കേഷന് വേണ്ടി നമുക്ക് കോളേജസും ഓപ്ഷൻസും ചൂസ് ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആവുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജോസിൻ്റെ നാളത്തെ കൗൺസിലിംഗ് വെബ്സൈറ്റിൽ കയറുമ്പം അവിടെ ഒരു പോർട്ടൽ ഉണ്ടായിരിക്കും. ആ പോർട്ടലിലാണ് നിങ്ങൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജോസ കൗൺസിലിംഗ് വഴി നമുക്ക് IITസിലേക്കും NITസിലേക്കും IIITസിലേക്കും അതേപോലെ തന്നെ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ IITസിനെ IIT സിസ്റ്റം എന്നും ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ NIT+ സിസ്റ്റം എന്നുമാണ് പറയുന്നത്. അത് ആദ്യമേ അറിഞ്ഞിരിക്കണം. ഈ IITസിൽ JEE അഡ്വാൻസിൽ നിങ്ങൾക്ക് വന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിങ്ങളെ കൺസിഡർ ചെയ്യുക. അവിടെ ഒരു മിനിമം എലിജിബിലിറ്റി ഉണ്ട്, പെർ ക്രൈറ്റീരിയ ഉണ്ട്. ഓരോ കാറ്റഗറിക്കും ഇന്ന സബ്ജക്റ്റിൽ ഇത്ര പെർസെൻറ്റേജ് വേണം. അഗ്രിഗേറ്റിൽ ഇന്ന സബ്ജക്റ്റിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 10% പെർ സബ്ജക്റ്റ് അല്ലെങ്കിൽ 10 ഇത് മിനിമം ഇത് വേണം. അതേപോലെ 35 എന്തും വേണം നമ്മുടെ അഗ്രിഗേറ്റ് ആയിട്ട് കൂട്ടുമ്പോൾ വേണം. അപ്പോൾ ഇത് രണ്ടും ഫുൾഫിൽ ചെയ്യുന്ന ഒരാൾക്കും അതേപോലെ JEE അഡ്വാൻസിന് റാങ്ക് ലിസ്റ്റ് വന്ന ഒരാൾക്കും IIT സിസ്റ്റത്തിൽ IITസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി JEE മെയിൻസിലേക്കാണ്. JEE മെയിൻ്റെ റാങ്ക് വെച്ചിട്ടാണ് അതായത് 17 ഏപ്രിലിന് നിങ്ങൾക്ക് ഫൈനൽ ഡിക്ലെയർ ചെയ്ത JEE മെയിൻ റാങ്ക് വെച്ചിട്ടാണ് ശരിക്കും അവിടത്തേക്കുള്ള ദാറ്റ് ഈസ് IITസിലേക്കും NITസിലേക്കും ഈ പറഞ്ഞ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുമുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാമും അതേപോലെ തന്നെ നിങ്ങളിപ്പം പേപ്പർ 2 ആർക്കിടെക്ചർ ഓഫ് ബി പ്ലാനിംഗ് ആണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടത്തേക്കുള്ള ആർക്കിടെക്ചർ പ്രോഗ്രാമുകളിലേക്കുമുള്ള കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പം ഇങ്ങനെ 2 ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉണ്ടെന്ന കാര്യം ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് എന്നുള്ളതാണ്. ഈ വർഷത്തെ 2025 ജോസ കൗൺസിലിംഗിൽ IITസിൽ മൊത്തം ഓഫ് 23 IITs പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സിമിലർലി NITs എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഓഫ് 31 NITസും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ NITൻ്റെ കൂടെ തന്നെ പറയുന്നതാണ് IIEST ഷിബ്പൂർ എന്ന് പറയും. അപ്പോൾ അതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ IIITസിൽ മൊത്തം 26 IIITസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഗിഫ്റ്റ് ദാറ്റ് ഈസ് ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എടുക്കാൻ നേരത്ത് നമുക്ക് മൊത്തം 47 GFTIസും ഉണ്ട്. അപ്പോൾ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, അപ്പോൾ ഇത്രയും സീറ്റുകളാണ് ശരിക്കും ജോസ കൗൺസിലിങ്ങിനുള്ളത്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ ജോസ കൗൺസിലിങ്ങിലേക്ക് പോകുന്നത് നാളെ വൈകുന്നേരം 5 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻ അതായത് നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നോക്കുക. അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എയിം ചെയ്യുന്ന കോഴ്സ് ഏതാണെന്ന് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഏതാണെന്ന് നോക്കുക. ഇത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊരു പ്രിഫറൻസ് ഓർഡർ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ കൗൺസിലിംഗിലേക്ക് ഇത് ഓപ്പൺ ആകുമ്പം നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ജോസ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് അവിടെ ബിസിനസ് റൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു PDF നിങ്ങൾക്ക് കാണാം. അത് വ്യക്തമായി നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെയാണ് ഈ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസിനെ കുറിച്ചും ഓരോ റൗണ്ടിൽ അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ പറയുന്നത്. നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നാളത്തെ ഒരു ലൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ലൈവിൽ നിങ്ങളുടെ ഓപ്ഷൻ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നതായിരിക്കും. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടേതായ എഫേർട്ട് എടുത്ത് അതിൻ്റെ ആ ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പം നാളെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നാളെ പോർട്ടൽ ഓപ്പൺ ആകുമ്പോഴും നിങ്ങൾക്ക് റൗണ്ട് 1 അതായത് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെൻറ്റ് ഫില്ലിങ്ങിന് വരെയുള്ള സമയം കുറച്ചധികമുണ്ട്. ജൂണിൽ തന്നെ നിങ്ങൾക്ക് അവിടെ സമയം അലോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ടൈം ലൈൻ ഒന്ന് വായിക്കാം. ദാറ്റ് ഈസ് നമ്മുടെ 3 ജൂൺ 5 മണിക്ക് ഇത് നമ്മുടെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഓർ ചോയ്സ് ഫില്ലിംഗ് ഫോർ അക്കാഡമിക് പ്രോഗ്രാംസ് അണ്ടർ ജോസ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്.
അതുപോലെ AIT ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് June 8 ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നും അവർ കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ പ്രീ പേയ്മെൻറ്റ് വന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അക്സെപ്റ്റൻസ് സീറ്റ് നിങ്ങളൊരു സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ഉണ്ട്, അതിൻ്റെ പേയ്മെൻറ്റും അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ June 9 നമ്മൾ June 3 സ്റ്റാർട്ട് ചെയ്തല്ലോ. സോ June 3 സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ വെച്ച ചോയ്സുകൾക്ക് അനുസരിച്ച് അവിടെ ഒരു മോക്ക് അലോട്ട്മെൻറ്റ് പോലെ അവർ വിടുന്നുണ്ട്. അത് June 9 June 9 ഒരു 2 മണിയാകുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ഓഫ് മോക്ക് സീറ്റ് അലോക്കേഷൻ 1 ബേസ്ഡ് ഓൺ ദ ചോയ്സസ് ഫിൽഡ് ഇൻ ബൈ കാൻഡിഡേറ്റ്സ് ആസ് ഓൺ June 8. നമ്മൾ June 3 മുതൽ June 8 വരെ ഫില്ല് ചെയ്ത ഓപ്ഷൻസിൻ്റെ പ്രകാരം June 9 നിങ്ങൾക്കൊരു മോക്കിൻ അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏകദേശം അതിനോട് സിമിലർ ആയിരിക്കും. അപ്പം ഏകദേശം നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടും അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പ്രിഫറൻസ് വെച്ച് വരുന്നത് എന്നൊരു ഐഡിയ ഇത്രയും രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ഇതിൽ നിന്ന് നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച ഇതെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ച കോളേജെല്ലാം നിങ്ങൾക്കത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ മോക്ക് അലോട്ട്മെൻറ്റ് നിങ്ങൾക്കത് സഹായിക്കുന്നത്. അതിനുശേഷം 11 അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് 11 display of mock seat allocation 2 based on the choices filled in by candidates as on June 10. അപ്പം June 10 ഇപ്പോൾ 9 കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോയ്സ് മാറ്റി വയ്ക്കുമല്ലോ. ആ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ 11 പിന്നെയും ഒരു മോക്ക് അലോട്ട്മെൻറ്റ് അവർ ഇടുന്നതാണ്. അത് 11 അപ്പോൾ അത്രയും ആ സമയം നിങ്ങൾക്ക് അവിടെ എടുക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾ കൊടുക്കുന്ന കോളേജ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ പ്രിഫറൻസ് അനുസരിച്ച് എവിടെ കിട്ടും എവിടെ കിട്ടാതിരിക്കും എന്നുള്ള സാധ്യതകളൊക്കെ ഈ ഒരു സമയത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം 12 5 മണിക്കുള്ള സമയം അവർ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ഫോർ അക്കാഡമിക് പ്രോഗ്രാംസ് അണ്ടർ ജോസ 2025 റൗണ്ട് 1 എൻഡ് ചെയ്യുകയാണ് ശരിക്കും 12. അപ്പോൾ നിങ്ങൾ നാളെ ഓപ്ഷൻ ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ആകെയുള്ള സമയം വരുന്നത് ഈ ഒരു ഗ്യാപ്പാണ്. ദാറ്റ് ഈസ് 12 വരെയുള്ള സമയമാണ്. അതിനുശേഷം റൗണ്ട് 1 റിസൾട്ടുകൾ അവർ അനൗൺസ് ചെയ്യും. അപ്പോൾ പ്രീ പേയ്മെൻറ്റ് ഓഫ് ദ ജോസ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് നമുക്കൊരു സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ഉണ്ട്. അത് എൻഡ് ചെയ്യുന്നതും ഈ ഒരു സമയം ഈ ഒരു ടൈം പീരീഡിൽ തന്നെയാണ്. അപ്പോൾ അതിനുശേഷമാണ് റൗണ്ട് 1 റിസൾട്ട് വരിക. അങ്ങനെ റൗണ്ട് 1 ഉണ്ടാകും, 2 ഉണ്ടാകും, 3 ഉണ്ടാകും, 4 ഉണ്ടാകും, 5 ഉണ്ടാകും. ഇങ്ങനെ റൗണ്ടുകൾ വെച്ചിട്ടാണ് നിങ്ങളുടെ സീറ്റ് ഫില്ലിംഗ് നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് അനുസരിച്ച് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചാണ് അവിടെ ഇത് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഓപ്പൺ കാറ്റഗറി സീറ്റിൽ, ഓപ്പൺ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറീസിനെയും കൺസിഡർ ചെയ്യുന്ന സീറ്റാണ്. അതേപോലെ ഇപ്പം ജനറൽ ആണെങ്കിൽ ജനറലിലേക്ക് വരുമ്പം അവിടെ ജനറൽ PWD കാറ്റഗറി ഉണ്ട്, അതിനുശേഷം EWS കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ SCയിലേക്ക് വന്നു കഴിഞ്ഞാൽ SC കാറ്റഗറി ഉണ്ട്, SC PWD കാറ്റഗറി ഉണ്ട്. OBCയിലേക്ക് വന്നു കഴിഞ്ഞാൽ OBC NCL കാറ്റഗറി ഉണ്ട്. അപ്പം അങ്ങനെ പല വ്യത്യസ്തമായ കാറ്റഗറിയിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, സീറ്റ് മെട്രിക്സ് നോക്കിയാണ് അവിടുത്തെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കണം. ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് എവിടെ കിട്ടാൻ ചാൻസുകൾ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ജോസേൻ്റെ വെബ്സൈറ്റിൽ തന്നെ തൊട്ട് താഴെ അവിടെ പ്രീവിയസ് ഇയർ ക്ലോസിംഗ് റാങ്ക് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൗണ്ട് 1 റൗണ്ട് 2 റൗണ്ട് 3 നിങ്ങൾ ഉദ്ദേശിക്കുന്ന റാങ്കിൽ എവിടെയൊക്കെ കിട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രോപ്പറായിട്ട് ചോയ്സ് ഫില്ലിംഗ് നടത്താൻ വേണ്ടി. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ റൗണ്ടുകളെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും ആർക്കും അലോക്കേഷൻ വന്നില്ല, ഒരു NIT+ സിസ്റ്റത്തിലേക്ക് സീറ്റ് അലോക്കേഷൻ വരാതിരിക്കുമ്പോഴാണ് CSAB പോർട്ടൽ ഓപ്പൺ ആവുന്നത്. അത് ആ സമയത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈമറി ചെയ്യേണ്ട കാര്യം നിങ്ങൾ കൗൺസിലിംഗ്, ദാറ്റ് ഈസ് ഈ പ്രീവിയസ് ഇയർ ക്ലോസിംഗ് റാങ്കുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ റാങ്കിനനുസരിച്ചുള്ള ചോയ്സ് ഫില്ലിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. മോക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക, മോക്ക് നോക്കിയിട്ട് അതനുസരിച്ച് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുക. റൗണ്ട് 1 വേണ്ടിയുള്ള കാര്യങ്ങളും സീറ്റ് അക്സെപ്റ്റൻസ് ഫീസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളെങ്ങനെ പ്രിഫറൻസ് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇത് നോക്കി വെക്കുക. പിന്നൊരു കാര്യം, ബിസിനസ് റൂൾസ് എന്ന് പറയുന്ന സെഗ്മെൻ്റ് ഉണ്ട് PDF, അത് വ്യക്തമായിട്ട് ഒന്ന് വായിച്ച് നോക്കുക ഈ ഒരു കാലയളവിൽ. അപ്പം ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്കിനി വരാം. ഓൾ ദി ബെസ്റ്റ്.